ഒരിടത്ത് ചിപ്പൻ എന്നു പേരുള്ള ഒരു വികൃതി കുരങ്ങൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം കാട്ടിലൂടെ ചാടി മറിഞ്ഞു നടക്കുമ്പോൾ അവന് തിളങ്ങുന്ന ഒരു സാധനം കിട്ടി. അതൊരു മണിയായിരുന്നു. ചിപ്പൻ അതൊന്ന് കുലുക്കി നോക്കി. എന്ത് നല്ല ശബ്ദം! ചിപ്പന് ഭയങ്കര സന്തോഷം തോന്നി. അവൻ കാട്ടിലാകെ ആ മണിയും കിലുക്കി നടന്നു. കൂട്ടുകാരൊക്കെ ഓടി വന്ന് ചോദിച്ചു, ചിപ്പ, ഞങ്ങളും ഒന്ന് നോക്കട്ടെ. പക്ഷെ അഹങ്കാരിയായ ചിപ്പൻ സമ്മതിച്ചില്ല. ഇത് എനിക്ക് കിട്ടിയതാ, ആർക്കും തരില്ല. അവൻ തല ഉയർത്തി പറഞ്ഞു. അപ്പോ കൂട്ടത്തിൽ വയസ്സായ റിഞ്ചു മുത്തശ്ശി പറഞ്ഞു, ചിപ്പ, അത് മനുഷ്യരുടെ സാധനമാണ്. അനാവശ്യ ശബ്ദം ഉണ്ടാക്കുന്നത് അപകടമല്ലേ? അത് ദൂരെ കളഞ്ഞേക്ക്. പക്ഷെ ചിപ്പൻ അത് കേട്ടില്ല. അവൻ വീണ്ടും വീണ്ടും മണിയടിച്ച് കാട്ടിലൂടെ ഓടി. അതേസമയം ശുപ്പയ്യ എന്ന വേട്ടക്കാരൻ തോക്കുമായി കാട്ടിലെത്തിയിരുന്നു. മൃഗങ്ങളെയൊന്നും കിട്ടാതെ വിഷമിച്ചിരുന്ന അയാൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ആഹാ, കുരങ്ങനാണല്ലോ, ഇവനെ പിടിക്കാം. ശുപ്പയ്യ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തോക്കു ചൂണ്ടി. ചിപ്പൻ പേടിച്ചോടാൻ തുടങ്ങി. പക്ഷേ അവൻ എവിടെ പോയാലും മണി കിലുങ്ങിക്കൊണ്ടിരുന്നു. ആ ശബ്ദം കേട്ട് ശുപ്പയ്യ ചിപ്പന്റെ പിന്നാലെ തന്നെ വന്നു. തന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ചിപ്പൻ വേഗം ആ മണി ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ഒരു പൊന്തക്കാടിനുള്ളിൽ മിണ്ടാതെ ഒളിച്ചിരുന്നു. ശബ്ദം നിലച്ചതോടെ വേട്ടക്കാരന് ചിപ്പനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അയാൾ നിരാശനായി തിരിച്ചുപോയി. അന്ന് ചിപ്പൻ ഒരു പാഠം പഠിച്ചു. അനാവശ്യമായ ആഡംബരങ്ങളും അഹങ്കാരവും വലിയ അപകടങ്ങൾ വരുത്തിവെക്കും. അതിനുശേഷം അവൻ നല്ലൊരു കുരങ്ങനായി ജീവിച്ചു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.